ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ ഇന്നത്തെ 37ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഏറെ കൗതുകമുണർത്തുന്ന, അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ചോദ്യം ഇതാണ്: ക്രൈസ്തവ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാമോ? സഭയുടെ പഠനങ്ങൾ അതിനെക്കുറിച്ചുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെയാണ്. മനസ്സിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം വരുമ്പോൾ തന്നെ ക്രൈസ്തവ മൃതദേഹങ്ങളൊക്കെ ദഹിപ്പിക്കാൻ പറ്റുമോ? അത് എന്തോ ഒരു തെറ്റായ പ്രവണത പോലെയോ, അത് സഭാവിരുദ്ധമല്ലേ? അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ഇതിനെക്കുറിച്ച് സഭ വ്യക്തമായിട്ട് ചില മാർഗരേഖകൾ, പഠനരേഖകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അവയും അവയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് 2016 ഒക്ടോബർ 25 ഈ പഠനരേഖ പുറത്തിറങ്ങിയിട്ടുള്ളത്. ആ രേഖയിൽ ആവശ്യം വേണ്ടുന്ന സാഹചര്യങ്ങളിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കേണ്ടി വരുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും അവയ്ക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പഠനരേഖ വിലയിരുത്തുന്നുണ്ട്. 2 പ്രധാന കാര്യങ്ങളാണ് ഈ രേഖയിൽ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട്, മൃതദേഹം മണ്ണിൽ സംസ്കരിക്കുന്നതാണ് സഭ അഭികാമ്യമായിട്ട് കരുതുന്നത്. പ്രിഫറൻസ് നൽകുന്നത് മണ്ണിൽ മൃതദേഹം സംസ്കരിക്കുന്നത് തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ പഠനരേഖയിൽ സൂചിപ്പിക്കുന്നത്, ചില കാരണങ്ങളാൽ പ്രാദേശിക വിഷയങ്ങൾ മൂലം മൃതദേഹങ്ങൾ ദഹിപ്പിക്കേണ്ടി വരാം. ഇപ്പം വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ മൃതദേഹം മണ്ണിൽ സംസ്കരിക്കുന്നത് ഏറെ ഭാരിച്ച ചിലവ് വരുന്ന കാര്യമാണ്. ലക്ഷങ്ങൾ തന്നെ ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വരും മണ്ണിൽ മൃതദേഹം സംസ്കരിക്കാൻ. ചിലയിടങ്ങളിൽ അതിനുള്ള സാധ്യതകൾ പോലും ഉണ്ടാകണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ മൃതദേഹം ദഹിപ്പിക്കേണ്ടി വരും. ആ സമയത്ത് മൃതദേഹം ദഹിപ്പിക്കുക എന്നതാണ് സഭയുടെ നിലപാട്. ഇനി നമ്മുടെ നാട്ടിൽ പോലും മാറി വരുന്ന പുതിയ സാഹചര്യത്തിൽ പുതിയ സെമിത്തേരികൾ അനുവാദം ലഭിച്ച് പണിയാൻ സാധ്യതകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നിലവിലുള്ള സെമിത്തേരികൾ പ്രായോഗികമായിട്ട് സ്ഥല സൗകര്യം കുറവായിരിക്കുന്ന ഇടങ്ങളിൽ അതിനല്പം വിപുലീകരിക്കാനുള്ള അനുവാദം പോലും ലഭ്യമാക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അനധിവിദൂര ഭാവിയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കേണ്ടി വരുന്ന ഒരു പ്രായോഗിക സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പഠനരേഖയിൽ സൂചിപ്പിക്കുന്നത്, മൃതദേഹങ്ങൾ ദഹിപ്പിക്കുമ്പോൾ ആത്മാവിൻ്റെ അനശ്വരതയെയോ ശരീരത്തിൻ്റെ ഉയർപ്പിനെയോ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദഹിപ്പിക്കുന്നു എന്ന പ്രവൃത്തി മൂലം ഒരു വ്യതിയാനവും ഉണ്ടാകുന്നില്ല. മണ്ണിൽ ദഹിപ്പിക്കുന്നത് പോലെയുള്ള വിശ്വാസത്തിൻ്റെ അതേ സാഹചര്യങ്ങളാണ്. ഇനി സഭ കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി പറയുന്നുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങളിൽ സഭയെ വെല്ലുവിളിച്ച് ആത്മാവിൻ്റെ ഉയർപ്പ് ഉണ്ടാകുന്നില്ല. തൻ്റെ സ്വയം ശരീരം ദഹിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തിയുടെ മൃതസംസ്കാര ശുശ്രൂഷ അനുവാദത്തോടെ ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കണമെന്നില്ല. ഉയർപ്പിനെ, നിത്യരക്ഷയൊക്കെ ചോദ്യം ചെയ്ത് എൻ്റെ ശരീരം മരണശേഷം ദഹിപ്പിക്കണം എന്ന് പറയുന്നവരുടെ ഒന്നും മൃതസംസ്കാര ശുശ്രൂഷകൾ സഭാപ്രകാരം ഏറ്റെടുക്കുന്നില്ല. തുടർന്ന് കാണുന്നത്, ദഹിപ്പിച്ചതിന് ശേഷമുള്ള ചാരം സെമിത്തേരിയിലോ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തോ ആചാരപരമായിട്ട് നിക്ഷേപിക്കണം എന്നതാണ്. ചാരം ഒരു മെമൻറ്റോ പോലെ ഒന്നും സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ചാരം മൊത്തത്തിൽ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കേണ്ടതാണ്. ചിലപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരാം, ചാരം വീട്ടിൽ സൂക്ഷിക്കാമോ? സാധാരണയായി ആരും വീട്ടിൽ സൂക്ഷിക്കാറില്ല, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാറുമില്ല. ഇനി അങ്ങനെ വേണ്ടി വന്നാൽ സഭ അതിന് തടസ്സം നിൽക്കുന്നില്ല എന്നതാണ് പഠനം. അവിടെ അതിന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം സഭ നൽകുന്നുമുണ്ട്. അതായത് ഈ ചാരം പൂർണ്ണമായിട്ട് ഒരു ഇടത്ത് വേണം സൂക്ഷിക്കാൻ. 3-4 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ മക്കളും ആ ചാരം വീതിച്ചെടുത്ത് കുറച്ച് ഭാഗങ്ങളായിട്ട് അവരവരുടെ കൂടെ സൂക്ഷിക്കുന്ന ഒരു രീതി സഭ ലക്ഷ്യം വയ്ക്കുന്നില്ല.
ഇത് പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ നമ്മുടെ ഇടയിൽ പോലും ക്രിമിറ്റോറിയങ്ങളിൽ മൃതദേഹം ദഹിപ്പിച്ച് സംസ്കരിക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളെ സഭയുടെ പഠനങ്ങൾ മൂലം വിശ്വാസത്തിന് എതിരല്ലാത്ത തലത്തിൽ സഭയോടൊത്ത് അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തിൽ അതിനോടൊപ്പം നിലനിൽക്കാൻ വിശ്വാസ സമൂഹം ഈ പഠനങ്ങളിലൂടെ തിരിച്ചറിവുള്ളവരാകുവാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ക്രിമിറ്റോറിയങ്ങൾ ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. സർക്കാർ സംവിധാനങ്ങളിലോ മറ്റ് അസോസിയേഷൻസ് മുഖേനയുള്ള ക്രിമിറ്റോറിയങ്ങളാണ് നിലവിലുള്ളത്. പ്രായോഗികമായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചതിന് ശേഷം മുകളിൽ സൂചിപ്പിച്ചതുപോലെ പൂജ്യമായിട്ട് നമ്മുടെ ഇടങ്ങളിൽ കൊണ്ടുവന്ന് അനുയോജ്യമായ രീതിയിൽ അതിനെ നിക്ഷേപിച്ച് അതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു.